ഹായ് ഗൈസ് ഹായ് ഗൈസ് മത്തന്റെ കഥ പോവാണ്. ഹായ്, അല്ലിമോള് പറഞ്ഞതൊന്ന് മനസ്സിലായോ? ഹായ് ഗൈസ്, ഉമ്പട്ടിക്കണ്ണനെ കാണാൻ വേണ്ടി പോവാണ്. അതായത് ഞാനും അല്ലിയും ദേവും കൂടെ ഇന്ന് ഗുരുവായൂർ പോകാനായിട്ട് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കൃത്യം 8:15 ട്രെയിൻ വരുമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇടമൺ ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അല്ലിക്ക് ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ട്രാക്കിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നു. അതിനകത്ത് കയറ്റാത്തതിന് ദേവുവിനെ അടിച്ചടിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ വേലിക്ക് അപ്പുറം കൊണ്ടിട്ട്. അയ്യോ, അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം ട്രാക്കിൽ കൂടെ വേറൊരു ട്രെയിൻ വന്നത്. അതും ഗുരുവായൂർ എക്സ്പ്രസ് അല്ല മോളെ എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവത്തില്ല. അതിൻ്റെ അടിയായി ഇപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ സ്വന്തം നമ്മുടെ ഇടവൺ ഗുരുവായൂർ എക്സ്പ്രസ് വന്ന് അതിലേക്ക് കയറി. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും ദേവു അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോട് പറയും, അമ്മേ ഞങ്ങൾ വണ്ടിയിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി എന്ന് പറയും. അതൊരു നല്ല ശീലമാണ്. അങ്ങനെ അല്ലി കുരുത്തക്കേടുകൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. ഷൂ ഒക്കെ ഊരാൻ തുടങ്ങിയപ്പം അങ്ങോട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞ് 2 ബിസ്ക്കറ്റ് എടുത്ത് അല്ലിയുടെ കൈ കൊടുത്ത്. അങ്ങനെ ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരുന്നപ്പം തൊട്ടപ്പുറത്തുള്ള 2 അമ്മമാർ ചോദിച്ച്, മക്കളെ അമ്മയ്ക്ക് ഇവിടെ തരുമോ ബിസ്ക്കറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അല്ലി വഴക്ക് കുറച്ചിലങ്ങ് തുടങ്ങി. അങ്ങനെ പിന്നെ ആ അമ്മമാർ ചിരിയായി കളിയായി. അല്ലി അവരുടെ വൈബിലേക്ക് എത്തി, ആ അമ്മമാർ അല്ലിയുടെ വൈബിലേക്ക് എത്തി. എന്തായാലും യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ആ അമ്മമാർ അവർ നല്ല പോസിറ്റീവ് വൈബായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അടക്കണ 2 ചക്ക വെട്ടിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ബാക്കിലോട്ടൊന്ന് നോക്കിയപ്പം അവർ മാത്രമല്ല, ഏറെക്കുറെ ആൾക്കാരൊക്കെ ഉറങ്ങി. കാരണം കാല് കണ്ടോ. അങ്ങനെ പിന്നെ ഉറങ്ങാൻ ഞാനും അല്ലിയും ദേവും മാത്രമേ ഉള്ളെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ നോക്കിയപ്പം ദേവും കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നു. ഇനിയിപ്പോൾ ഉറങ്ങാൻ ഞാനും അല്ലിയും ആ ലോക്കോ പൈലറ്റും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉറങ്ങി. അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് കുഞ്ഞു പതുക്കെ കണ്ണടച്ച് അച്ഛൻ്റെ തോളെ കിടന്ന് ചാച്ചി അങ്ങ് ഉറങ്ങി. അങ്ങനെ എന്തായാലും കൃത്യം 2:30 തന്നെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് പതുക്കെ സ്റ്റെപ്പ് വെച്ച് ഞങ്ങൾ അപ്പുറത്തിറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച്. സാധാരണ ഇവിടുന്ന് ഓട്ടോ ചാർജ് 50 രൂപയുള്ളൂ. അയാൾ 80 രൂപ വാങ്ങിച്ചു. 30 രൂപ അവൻ കൊണ്ട് തിന്നട്ടെ. അങ്ങനെ എന്തായാലും റൂമിലെത്തി റൂമൊക്കെ നോക്കിയപ്പം ഈ ക്വാളിറ്റിയൊക്കെ ഉള്ളൂ. ഇത്രയും ക്വാളിറ്റിയിലൊക്കെ ലാസ്റ്റ് ബുക്ക് ചെയ്താൽ കിട്ടത്തുള്ളൂ. അങ്ങനെ കൃത്യം 3 മണിക്ക് തന്നെ കുഞ്ഞുമ്പാട്ടിക്കണ്ണനെ കാണാൻ വേണ്ടി കണിക്കൊന്നയുടെ ഡ്രസ്സുമൊക്കെ ഇട്ട് ഇങ്ങനെ ഉറക്കപ്പിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാനും റെഡിയായി, അല്ലിയും റെഡിയായി, ദേവും റെഡിയായി. ഇനി ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോവുക. ഇനി കാണുന്ന ഒരു വിഷ്വൽ പോലും രാവിലെ എടുത്തതല്ല. കാരണം ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ റൂമിൽ വെച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അടപടലെ പൊളിഞ്ഞ് 8:30 മണിക്കൂർ ക്യൂ നിന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ റൂമിലെത്തി ഭയങ്കര വിശപ്പ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഈ ഹോട്ടൽ, പേരൊന്നും ഞാൻ പറയത്തില്ല, ഈ ഹോട്ടലിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ ചോദിച്ച് എന്തെങ്കിലും ഊണുണ്ടോയെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇല്ല, ഊണൊന്നുമില്ല, ഫ്രൈഡ് റൈസും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ അത് വിശപ്പല്ലേ, 2 ഫ്രൈഡ് റൈസും 1 ഗോബി മഞ്ചൂരിയും പറഞ്ഞ്. അങ്ങനെ അല്ലിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല ഒരു കാര്യത്തിനും. അപ്പോൾ മാഷ ഇട്ട് കൊടുത്ത്. അന്നേരം ഫ്രൈഡ് റൈസും വന്ന്, ഗോബി മഞ്ചൂരിയും വന്ന്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഗോബി മഞ്ചൂരി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിക്കറിക്കകത്ത് 4 കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടേനെയാണ് ഇവന്മാർ ഗോബി മഞ്ചൂരി എന്ന് എന്നോടൊന്ന് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങിക്കത്തില്ലായിരുന്നു. എൻ്റെ പൊന്നു ദൈവമേ, ഫുഡിൻ്റെ ക്വാളിറ്റിക്ക് കുറവാണെങ്കിലും അവന്മാരുടെ ബില്ലിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല. 430 രൂപ വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ എന്തായാലും പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി. അല്ലെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് ആ ഹോട്ടലുകാരനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ആ ഫുഡ് കഴിച്ചതിൻ്റെ കലിപ്പിനാന്ന് തോന്നുന്നു. അയ്യോ, അത് കഴിച്ചതിൻ്റെ ചെവ മാറ്റാൻ വേണ്ടി ഷാജി ടീ സ്റ്റാളിൽ വന്നിട്ട് 2 ചായയും 2 ഉണ്ണിയപ്പവും പറഞ്ഞ്. തമ്മി ഭേദം തൊമ്മനെന്ന് പറയുന്നത് പോലെ 430 കഴിച്ച അതിനെക്കാട്ടി നല്ലതായിരുന്നു 45 കഴിച്ച ഇത്. എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് നല്ലതുപോലെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും അല്ലിയും ദേവും വീണ്ടും റെഡിയായി. എന്തിനാ? ഗുരുവായൂർ അമ്പലനടയിലേക്ക് വീണ്ടും പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗുരുവായൂർ അമ്പലനടയിലേക്ക് എത്തി. ഇനി ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് തൃക്കൈവെണ്ണ കിട്ടുന്നത് എവിടെയാണെന്നാണ്. കാരണം ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് ആ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ തൃക്കൈവെണ്ണ 3 അവിടെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 3 ഇല്ല, 2 ഉള്ളെന്ന് പറഞ്ഞു. ഒരെണ്ണം ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ 2 വാങ്ങിച്ചിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞ് അപ്പുറത്തെ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ 80 160 രൂപ പുള്ളി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ അപ്പുറത്തെ കടയിലേക്ക് പോയിട്ട് ഒരു തൃക്കൈവെണ്ണ പറഞ്ഞ് ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ച്. എന്ത് പറയാനാ, 2 കടയ്ക്കപ്പുറം 20 രൂപ.
വെണ്ണ കട്ട് തിന്നുന്ന കള്ളക്കണ്ണൻ്റെ വെണ്ണയ്ക്ക് കള്ളം പറഞ്ഞ് കാശ് വാങ്ങിച്ച് എവനെയൊക്കെ ഞാൻ എന്തോ പറയാനാ. ഇവിടെ ഇത് മാത്രമല്ല, കാശിൻ്റെ പരിപാടികൾ ഒരുപാടുണ്ട്, അറിയായിരിക്കുമല്ലോ. 1000 രൂപയുടെ സ്പെഷ്യൽ ദർശനവും കാര്യങ്ങളുമൊക്കെ. നമുക്കതൊന്നും അറിയണ്ട, നമുക്ക് ഗുരുവായൂരപ്പനെ മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ തൃക്കൈ വെണ്ണയൊക്കെ സമർപ്പിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നപ്പോൾ അല്ലി പറഞ്ഞ് അല്ലിമോളെ എടുക്കച്ച എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും ഞാൻ അല്ലിമോളെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നപ്പം അച്ഛാ താഴെ ഇറക്കാൻ പറഞ്ഞ്. സംഭവം എന്തുവാണ്, അല്ലിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. കാരണം അവിടെ നൃത്ത അരങ്ങേറ്റമുണ്ട്. അല്ലിമോൾക്ക് 1 വയസ്സാവുന്നതിന് മുന്നേ തന്നെ ഭരതനാട്യത്തിൻ്റെയും കുച്ചിപ്പുടിയുടെയും ഒക്കെ ഇതുപോലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് നോക്കും. കണ്ട അവർ പോസ് ചെയ്യുന്ന പോലെയൊക്കെ പോസ് ചെയ്യാൻ നോക്കുന്നത് കണ്ടോ. അവർ തിരിച്ച് കുഞ്ഞിനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് കുഞ്ഞിന് വിഷമമുണ്ട്. അങ്ങനെ എന്തായാലും അല്ലിയുടെ ഭാഗ്യം പോലെ 1 ഡസൻ നൃത്താരങ്ങേറ്റ കുട്ടികൾ ഇങ്ങനെ വരുന്നു. അയ്യോ ഒന്നും പറയണ്ട. പിന്നെ അല്ലി തിരിഞ്ഞ് അവരുടെ പുറയിലായി. അങ്ങനെ നടന്ന് കുറച്ച് നേരം കുഞ്ഞ് അതൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പോൾ ദേവ് രാവിലെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് ആ നാടൻ കോസ്റ്റ്യൂമിൽ മറ്റേ ജഗനതക ആ സാധനം എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ശ്വാസം എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ എങ്ങനെയാ ജഗനതക എടുക്കുന്നത്? തൽക്കാലം ഈ വീഡിയോയിൽ ജഗനതക ആണെന്ന് സങ്കല്പിച്ച് ഞങ്ങളെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോഴും അല്ല അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കൊമ്പനാനക്കുട്ടപ്പൻ എന്ന്. സംഭവം എന്താണെന്നറിയോ, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് ഇടതേ സൈഡിലിരിക്കുന്ന നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയില്ലേ, ഇതിനെയാണ് കുഞ്ഞു കൊമ്പനാനക്കുട്ടപ്പൻ എന്ന് പറയുന്നത്. എന്നാലും കുഞ്ഞിനെ അതൊക്കെ കൊണ്ട് കാണിച്ച് അവിടെ ഇരിക്കുന്ന കൃഷ്ണപ്പനെന്ത് കുഞ്ഞു പരുന്ന് പറയുന്നുണ്ട്. അതും കൊണ്ട് കാണിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നടന്ന് ഈ കാണുന്ന ക്യൂ കണ്ടോ, ഇതൊക്കെ രാവിലെ ഞങ്ങൾ താണ്ടി വന്നതാ. പക്ഷേ എവർ താണ്ടി വന്ന പോലൊന്നും അല്ല. ഞങ്ങൾ അവിടെ ഇരുന്നും കിടന്നും ഒക്കെ ഭയങ്കര റിസ്ക് എടുത്താണ് താണ്ടി വന്നത്. പക്ഷേ എന്തോ താണ്ടി വന്നെന്ന് പറഞ്ഞാൽ ആ 8.5 മണിക്കൂർ ക്യൂ നിന്നതിൻ്റെ ഒരു ക്ഷീണവും ഗുരുവായൂരപ്പനെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇല്ല. അതെന്തോ അറിയത്തില്ല, അതൊരു മാജിക് തന്നെയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും അവിടെ തൊഴുതിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം നമ്മുടെ ആ ഇരു സൈഡിലും കാണുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഓരോ വിഗ്രഹങ്ങളും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വേറെ എവിടെ കാണുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ജീവനാണ് അതിനൊക്കെ. അതൊക്കെ കുറേ നേരം ഞങ്ങളിങ്ങനെ നടന്ന് കണ്ട്. അങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു സ്ഥലത്തെത്തിയപ്പം അല്ലി ബ്രേക്ക് ഇട്ടാണൊക്കെ അവിടെ നിന്ന്. സംഭവം എന്തെന്നറിയോ, ഈ കയ്യിരിക്കുന്ന സാധനം കണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഇതിനു വേണ്ടിയാണ് പുള്ളിക്കാരൻ നിന്നത്. അങ്ങനെ അല്ലിക്ക് ദേവ് അതെടുത്ത് വെച്ച് കൊടുത്തപ്പം ആദ്യം ഒരു ചെറിയ പേടി, അതങ്ങ് ഊരി പുള്ളിക്കാരി. അങ്ങനെ വീണ്ടും ദേവ് അതെടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ താഴെ ഇങ്ങനെ ഞെക്കിയപ്പം ചെവി ഇങ്ങനെ കിണി എങ്ങനെയായി. അന്നേരവും പേടി. അങ്ങനെ പിന്നെ ദേവ് തന്നെ അത് എടുത്ത് വെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇയാൾ കൊടുക്കത്തില്ല. പിന്നെ പുള്ളിക്കാർ തന്നെ അത് വെച്ച് പിന്നെ കണ്ടിന്യൂസ് അത് വെച്ചോണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഭയങ്കര ദാഹം. ഇനിയും അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നല്ല ഏതെങ്കിലും കടയിൽ കയറാമെന്ന് വിചാരിച്ച് കോക്കോ മാംഗോ എന്ന് പറയുന്നൊരു കട, അവിടെ ഇളനീർ സർബത്ത് കിട്ടും. സത്യം പറഞ്ഞ കണ്ടല്ലോ, ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയേനെ കേട്ടോ. നിങ്ങൾ ആര് വന്നാലും ഇത് ഒരെണ്ണം കുടിക്കണം ഇവിടെ വന്ന്. 100 രൂപയുള്ളൂ, അടിപൊളി സാധനമാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദർശനം പൂർണ്ണമാകണമെങ്കിൽ എവിടെ പോകണം? മമ്മിയൂർ മഹാദേവൻ്റെ അടുത്ത് പോകണം. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഈ ഓട്ടോയ്ക്കകത്ത് കയറി മമ്മിയൂർ മഹാദേവൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ ചെന്ന് 50 രൂപയുള്ള ഓട്ടോ കൂലി, വേണമെങ്കിൽ നടന്നും പോകാം. പക്ഷേ ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നടക്കാതിരുന്നത്. അവിടെ ചെന്നപ്പം ചെരുപ്പിടാൻ 2 രൂപ കൊടുക്കണമെന്ന്. ഞങ്ങൾ വിചാരിച്ചു ആ സൈഡിലോട്ട് ചെരുപ്പിടാന്ന് പറഞ്ഞപ്പോൾ സൈഡിലോട്ട് ചെരുപ്പിടാൻ പോയപ്പം ഇവിടെ കറുത്ത ഷർട്ട് ഇട്ടേക്കുന്ന ഈ അണ്ണനെ കണ്ട. ഈ അണ്ണൻ പറയാം അവിടെ ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് കളയുമെന്ന്. സംഭവം ഇത് അവരും ഇയാളുമായിട്ടുള്ളൊരു ടൈപ്പാണ്. അത് മനസ്സിലാക്കാൻ മിനിമം ഇവിടുത്തെ നമ്മുടെ റേഷനറി മാത്രം കഴിച്ചാൽ മതി. എന്തായാലും ഞങ്ങൾ അവിടുന്ന് നേരെ മമ്മിയൂർ അമ്പലത്തിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ എന്നെ സെക്യൂരിറ്റി പിടിച്ചു നിർത്തി, കയറാൻ പറ്റത്തില്ലെന്ന്. സംഭവം എന്തുവാ, ഞാൻ പാൻസാണ് ഇട്ടേക്കുന്നത്. രാവിലത്തെ മുണ്ട 8.5 മണിക്കൂർ ക്യൂ നിന്നപ്പോഴത്തേക്ക് മുഷിഞ്ഞു പോയി. അങ്ങനെ അല്ലിയും ദേവും കൂടെ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഈ ഒരു നന്ദികേശൻ്റെ രൂപം കണ്ടപ്പോൾ അല്ലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ സെൽഫി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പം അല്ലി മറ്റേ സാധനം കൊണ്ട് എൻ്റെ ചെവി വെച്ച് തന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അമരത്തിൽ അശോകൻ്റെ ആണൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും അതൊക്കെ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ചെരുപ്പും ഒക്കെ എടുത്തിട്ട് ഓട്ടോ പിടിച്ച് നേരെ ഇനി അടുത്ത അന്വേഷിക്കേണ്ടത് വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ അബദ്ധം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്ഥലം സെർച്ച് ചെയ്യണം. പഴയിടം രുചി.
അവിടെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞത്. എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഏകദേശം അതിനൊരു ധാരണയായി. കാരണം നമ്മുടെ ഇവിടുത്തെ കല്യാണ വീടുകളിലൊക്കെ ഒരാൾ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ആ കസേരയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ആയിരുന്നു അവിടെയും. അങ്ങനെ എന്തായാലും ഞങ്ങൾ പൊറോട്ടയും പനീർ ബട്ടർ മസാലയും പിന്നെ അല്ലിക്ക് ചപ്പാത്തി ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഈ ഇരിക്കുന്ന പലഹാരങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചില്ല. വാങ്ങിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് യാത്ര ചെയ്യണ്ടേ, കുഞ്ഞിന് അത് അന്നേരം തന്നെ പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും, എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ വന്നാലോ. അതിനുവേണ്ടി ഞങ്ങൾ അത് വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ ചെന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടിയായിരുന്നു. വെളുപ്പിനെ 3:25 തിരിച്ച് ട്രെയിൻ. അങ്ങനെ എന്തായാലും അല്ലി റെഡിയായി, ദേവ് റെഡിയായി, ഞാൻ റെഡിയായി. ആ ദേവ് വന്നിട്ട് കതവ് തുറക്കാൻ നോക്കുക. ഒരു കാരണവശാലും കതവ് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ, മാറിയും തിരിഞ്ഞ് റിസപ്ഷനിൽ കിടന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരൻ എടുക്കുന്നില്ല. അങ്ങനെ അവിടുത്തെ ലാൻഡ് ഫോണിൻ്റെ നമ്പർ കിട്ടി. ലാൻഡ് ഫോണിൽ വിളിച്ചപ്പം പുള്ളി എടുത്ത്. എൻ്റെ വായി വന്ന തെറിയല്ല ഞാൻ പുള്ളിക്കാരനെ വിളിച്ച്. പുള്ളിക്കാരൻ ലാസ്റ്റ് വന്നപ്പോൾ എന്താ സംഭവം, പുറത്ത് നിന്ന് ഏതോ പിള്ളേർ അതിൻ്റെ ലോക്ക് പിടിച്ചിട്ടതാണ്. അങ്ങനെ എന്തായാലും ആ വഴക്ക് പറഞ്ഞതിന് സോറിയൊക്കെ പറഞ്ഞ് രാവിലെ പുള്ളി പൊളിച്ചതും വിളിച്ചതും കേട്ടത്. എൻ്റെ വായിരുന്ന് എല്ലാം പുള്ളിക്കാരൻ കേട്ട്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ട്രെയിനകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് അകത്ത് കയറി 2 സീറ്റ് കിട്ടി, അപ്പുറവും ഇപ്പുറവും കിട്ടി. അങ്ങനെ വിരിച്ച് കുഞ്ഞിനെയൊക്കെ പതുക്കെ കിടത്തി അങ്ങനെ ഉറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കുറേ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കയറി. രാവിലെ ആയപ്പോൾ നോക്കിയപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് കണ്ടത്. ഇത് ആലപ്പുഴ വഴിയുള്ള ട്രെയിനാണേ. എന്തായാലും രാവിലെ നല്ല കുട്ടനാടിൻ്റെ ആ പശ്ചാത്തലവും ആ വയലിൻ്റെ സൗന്ദര്യവും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഒരു പുള്ളി ചാടി എണീറ്റ്. ആരാണ്? അല്ലി ചാടി എണീറ്റ് കോട്ടുവായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് നേരെ ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളി പതുക്കെ ട്രെയിൻ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ അമ്മയെ എടുക്കമ്മയെന്ന് പറഞ്ഞ് അല്ലി അങ്ങനെ ദേവ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം സ്റ്റെപ്പ് കയറുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്ക് അല്ലിയെ ദേവ് എടുത്ത്. അന്നേരം പറഞ്ഞു ഇല്ലമ്മേ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് തന്നെ കയറണം ആ സ്റ്റെപ്പ്. പുറയിൽ ആൾ വരുന്നുണ്ട്. ഇതൊന്നും വകവെക്കാതെ ആ സ്റ്റെപ്പ് തന്നെത്താനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് പതുക്കെ എടുത്തപ്പോൾ അയ്യോ നമ്മുടെ തീവണ്ടി പോകുന്നേ എന്ന് പറഞ്ഞ് അല്ലി ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇറങ്ങി ഞങ്ങളുടെ ആക്റ്റീവൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വിശപ്പുണ്ട്. നേരെ നമ്മുടെ കരുനാഗപ്പള്ളി പുട്ടുകടയിലോട്ട് അങ്ങോട്ട് കയറി. അവിടെ ചെന്നിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം, അതാണ് ലക്ഷ്യം. അങ്ങനെ എന്തായാലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് പോയപ്പോൾ അല്ലി എന്തോ പറയുന്നു. ദേവ് വിളിച്ചിട്ട് പറയുക ഏതാണ്ടൊന്ന് അല്ലി പറയുന്നു, എന്തോ ഒന്നൊന്ന് കേൾക്കാൻ പറഞ്ഞ്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറയുവാ ബിരിയാണി വേണമെന്ന്. ഞാൻ നോക്കിയപ്പോൾ സമയം രാവിലെ 8:10. അന്നേരം ബിരിയാണി പോയിട്ട് കഞ്ഞിയും പയറും പോലും കിട്ടത്തില്ല. ബിരിയാണി കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകാൻ നോക്കുന്നത്. അങ്ങനെ എന്തായാലും അനുനയിപ്പിച്ച് അല്ലിയെ അവിടെ തിരിച്ചു കൊണ്ടിരുത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരനെത്തി. അങ്ങനെ ആദ്യം തന്നെ അല്ലിക്ക് ഓർഡർ ചെയ്ത അപ്പം കൊടുത്ത്. അപ്പോൾ അല്ലിക്ക് ഒരു ചെറിയ സന്തോഷമായി. പിന്നെയാണ് ഞങ്ങൾ പറഞ്ഞ വെറൈറ്റി ഐറ്റം പുട്ട്. വീട്ടിലെ പുട്ടുകൂടം വരെ ഞാനെടുത്ത് ആക്രിക്കാരന് കൊടുത്തതാണ്. എങ്കിലും കരുനാഗപ്പള്ളി പുട്ടുകടയിൽ നിന്ന് പുട്ട് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് അത് വേറെ തന്നെ. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബില്ല് കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അല്ലി എൻ്റെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു മോള് ബില്ല് കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പം പറയുക അല്ലച്ചാന്ന് പറഞ്ഞിട്ടേ നേരെ കൊണ്ടുവന്ന് അത് വേസ്റ്റ് ബിന്നിലിട്ട്. നല്ല കാര്യങ്ങളാണ് കുഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലെത്തി ഇറങ്ങിയപ്പം ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു 2 കിലോ മാങ്ങ വാങ്ങിച്ചായിരുന്നു. അല്ലിക്ക് ആ മാങ്ങ എടുത്താൽ മതി. അങ്ങനെ എന്തായാലും അങ്ങോട്ട് നോക്കുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗസ്റ്റിനെ ഓട്ടിക്കാൻ വേണ്ടി ഒരു പാറക്കല്ലും എടുത്തുകൊണ്ട് അതിൻ്റെ പുറകെ പോയി. വേറൊന്നുമല്ല, അവൾ പോയതിന് കാര്യമുണ്ട്. 3 ജോഡി ചെരുപ്പ് അവിടെ ആ പന്ന പട്ടി തിന്നത്. പിന്നെ അതിനെ എറിയാതിരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ പട്ടിയൊക്കെ എറിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴും ഇവിടെ ഒരു പുള്ളിക്കാരൻ മാങ്ങയ്ക്കകത്ത് തന്നെ പിടിക്കുന്നത്. എന്തായാലും അപ്പം തന്നെ കുഞ്ഞിന് മാങ്ങയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങളൊരു ഗുരുവായൂർ യാത്ര കഴിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവർക്കും ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയും ഗുരുവായൂർ വ്ളോഗും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.